ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മ ഇപ്പൊ ആകെ തകർന്നു നിൽക്കുക. അച്ഛൻ ചതിച്ചപ്പോ അമ്മയ്ക്കൊന്ന് നേരെ ചൊവ്വെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട്. പിന്നെയും അമ്മ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് മോളെ ഓർത്ത. ശരി, നിനക്കും അമ്മയെ വേണ്ടെങ്കിൽ അച്ഛാ, നമുക്കൊന്ന് പുറത്തു പോകണ്ടേ? ഞാനൊന്ന് റെഡി ആയിക്കോട്ടെ. നിത്യ, വിട്ടുകള അച്ഛാ. അവൾ ആ വണ്ടിയിൽ കയറണമെങ്കിൽ അവൻ അത്രയും വലിയ ഭീഷണി എന്തെങ്കിലും അവളോട് പറഞ്ഞിട്ടുണ്ടാവണം. എടോ, പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് താൻ തന്നെ മോളോടൊന്ന് ചോദിക്കേ. എനിക്കതൊന്നും അറിയില്ലെന്നേ. ഞാൻ ചോദിക്കും. അവളെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യും. പേ പിടിച്ച തെരുവ് നായെ കുത്തിവെച്ച് കൊല്ലണം. അല്ലെങ്കിൽ അത് ഒരുപാട് പേരെ ഉപദ്രവിക്കും. താമസിയാതെ ആ കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. മോളെ, ജീവനും അച്ഛനും പോയതിനു ശേഷം ചോദിക്കാമെന്ന് കരുതിയതാ. അവന്റെ കാറിൽ നീ വന്നത് സ്വന്തം ഇഷ്ടത്തിനാണെന്ന് അവൻ പറഞ്ഞു. ഞാനത് വിശ്വസിച്ചിട്ടില്ല. അവൻ എന്തു പറഞ്ഞാ മോളെ കൊണ്ടുവന്നത്? നീയും ഹരിയും ഒന്നിച്ചു വരുമ്പോഴാണോ? അല്ല, ഹരിയുമായി സംസാരിച്ചിട്ട് ഞാൻ തനിച്ചു വരുമ്പോഴായിരുന്നു. ജീവനെന്നെ ബലമായി കാറി കയറ്റിയതല്ല, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന്. അവൻ പഠിപ്പിച്ചു തന്ന കള്ളം നീ എന്നോട് പറയണ്ട. അവന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്നവരാ നമ്മള്. നമ്മൾ തമ്മിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ തുടങ്ങിയാൽ അത് നന്നാവില്ല മോളെ. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നീ എന്തിനാണ് ജീവന്റെ വണ്ടിയിൽ കയറിയതെന്ന്? അത് ഹരിയെ കൊല്ലുന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു. എന്റെ മുൻപിൽ ഒരു കള്ളം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വേറൊരാൾക്ക് പറ്റുമായിരിക്കും, നിനക്ക് പറ്റില്ല. കാരണം നിന്റെ ഒരു കൈവിരലിന്റെ അനക്കം പോലും എനിക്ക് നല്ലവണ്ണം അറിയാം. നടന്നതെന്താണെന്ന് അമ്മയോട് സത്യം പറ. ഞാൻ പറഞ്ഞത് സത്യമാണമ്മേ. ഹരി ഇപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ. ഹരിയുടെ പേരിൽ എടുത്തിരിക്കുന്ന കേസ് കോടതിയിലേക്ക് വിടുന്നൊക്കെ പറഞ്ഞ ഞാൻ പിന്നെ അകന്ന് നിക്കാന്ന് സമ്മതിച്ചു. ഇനി തമ്മിൽ കാണില്ലെന്ന് വാക്കു കൊടുത്തു. അതെല്ലാം ഹരിക്ക് വേണ്ടിയാ. അമ്മ, ഞാൻ പറഞ്ഞത് വിശ്വസിക്കണം. എന്തിന്? എന്നെ വിശ്വസിപ്പിക്കുന്നത് എന്തിനാ മോളെ? അമ്മ ഇപ്പൊ ആകെ തകർന്നു നിൽക്കുക. അച്ഛൻ ചതിച്ചപ്പോ അമ്മയ്ക്കൊന്ന് നേരെ ചൊവ്വെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട്. പിന്നെയും അമ്മ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് മോളെ ഓർത്ത. ശരി, നിനക്കും അമ്മയെ വേണ്ടെങ്കിൽ
പറയണമായിരുന്നു എന്ന് നീ സ്വയം ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താ ഹരി, ഇത്രയൊക്കെ സംഭവിച്ചപ്പോ പിന്മാറണമെന്ന് തോന്നിയോ തനിക്ക്? അങ്ങനൊരു തോന്നലുണ്ടായിരുന്നെങ്കിൽ തന്നെ കാണാൻ ഞാൻ വരില്ലായിരുന്നല്ലോ. ഒരു കൈയല്ല, ദേഹം മുഴുവൻ അവൻ കൊത്തി നുറുക്കിയാലും അവനങ്ങനെ വിടാൻ പാടില്ല. എന്താ ഇതാണ് സ്പിരിറ്റ്, ഇതാണ് യഥാർത്ഥ വിപ്ലവം. തന്നെ പോലെ തോറ്റുപോയ കർഷകരുടെ മനസ്സ് ഇതുപോലെ ആയിരുന്നെങ്കിൽ തന്നെ കൊള്ളയടിച്ച ഒരു മുതലാളിമാരും സ്വൈര്യമായിട്ട് ഉറങ്ങില്ലായിരുന്നു. അനന്ത, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് മുന്നേ വഴി നടന്നവർ ചെയ്തിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഹരി. ജീവനെ പേടിക്കാതെ കർമ്മം ചെയ്യാൻ ഇറങ്ങുക. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. JR എന്ന സാമ്രാജ്യം വീഴുന്നതുവരെ എനിക്കിനി ഉറക്കമില്ല. നട്ടെല്ല് പണയം വെച്ചിട്ടില്ലാത്ത കുറെ പത്രപ്രവർത്തകര് നമ്മുടെ കൂടെ ഉണ്ട്. അവര് മുന്നിൽ നിന്ന് നയിക്കും. ഇപ്പൊ പുതുതായി ആരംഭിച്ച ഇന്ദിര TV ഉണ്ടല്ലോ, അവര് നമ്മുടെ ഈ വാർത്തയിലൂടെ ആയിരിക്കും മലയാള മാധ്യമ രംഗത്ത് അവരുടെ സാന്നിധ്യം അറിയിക്കുക. എല്ലാം സെറ്റാണോ? ദിവസം തീരുമാനിക്കേ വേണ്ടൂ. ആരെ വിലക്കെടുക്കാനും അവന് പണമുണ്ട്, കഴിവുമുണ്ട്. അതുകൊണ്ടാ നട്ടെല്ല് പണയം വെക്കാത്ത ചിലര് കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഒഴുക്കിനെതിരെ നീന്തുന്നവര് കുറച്ചു മതിയിടോ, വിജയം നമ്മുടെ കൂടെയായിരിക്കും. മുദ്രാവാക്യവും വിളിച്ച് ഓഫീസിന് മുന്നിൽ നിരാഹാരം ഇരുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. മീഡിയ തന്നെയാണ് മാർഗം. കുറച്ചുനാള് നമ്മളൊക്കെ ഒന്ന് ബുദ്ധിമുട്ടും, പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് JR വീഴുന്ന വലിയൊരു കാഴ്ചയുണ്ട്. എനിക്കത് കാണണം. എന്റെ കുടുംബം, എന്റെ കൃഷിയിടം, ഒരുപാട് പേർക്ക് ഞാൻ കൊടുത്ത വാക്ക് എല്ലാം തച്ചുടച്ചവനവൻ. അവൻ അതിനൊക്കെ ഉത്തരം പറഞ്ഞേ പറ്റൂ.